ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാനൊന്നുമല്ല, ഇപ്പോൾ കുട്ടികൾ അതായത് +2 കഴിഞ്ഞ് നമ്മൾ കീമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഏത് ചേരണം ഓപ്ഷൻസൊക്കെ കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഗവൺമെൻറ് കോളേജസും ബേസിക് ബ്രാഞ്ചസും, കാരണം ഒരുപാട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് അങ്ങനെ ഒരുപാട് ഇപ്പോൾ IT ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ബട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചസും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഡിസൈഡ് വെയർ യു ഹാവ് ടു ഗോ, ബട്ട് ഓവറോൾ ഒരു വ്യൂ തരാമെന്ന് വിചാരിക്കുകയാണ്. സോ മെയിനായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ കേരളത്തിലെ കീം എഴുതുവാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും, നമ്മുടെ ആഗ്രഹം എപ്പോഴും CET പോകണമെന്നായിരിക്കും. സോ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ദ ഫസ്റ്റ് ചോയ്സ്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് റാങ്കും കൂടെ നോക്കാം. ഇതിൽ നമ്മൾ CET നമുക്ക് ആക്ച്വലി സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ ഓരോന്നിൻ്റെ റാങ്ക് എഴുതിയില്ല. ഓക്കെ, ദാറ്റ് ഓൾസോ ഐ വിൽ ഡു. ബെസ്റ്റ് കോളേജസിനെ കുറിച്ചൊന്ന് നോക്കാം. CET നമ്മൾ കൂടുതൽ പേരും ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന CET ആണ് വൺ ഓഫ് ദ ബെസ്റ്റ്. കേരളത്തിൽ നമ്മൾ ബെസ്റ്റായിട്ടുള്ള കീം എഴുതി കിട്ടാൻ പറ്റുന്ന കോളേജ് എന്ന് പറയുന്നത് CET തന്നെയാണ്. പിന്നെ നമുക്ക് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വരുന്നുണ്ട്. പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി ട്രിവാൻഡ്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പ്ലേസ്മെൻറ്റ് ആ ഒരു കമ്പനിയൊക്കെ വരുവാണെങ്കിൽ അവർ വളരെ ഉള്ളിലുള്ള പാലക്കാടൊക്കെ കുറേ നല്ല കോളേജ് ആണെങ്കിൽ പോലും അവിടെ ഒരാൾ വരണമല്ലോ. സോ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈസിനെസ് ഫോർ കമ്മിങ്, ഒരു ഫ്ലൈറ്റിൽ ഇറങ്ങി അവർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കായിരിക്കും മിക്ക കമ്പനിയിലെയും അവരുടെ സ്റ്റാഫ്സിനെ ആയിരിക്കുമല്ലോ കൊണ്ടുവിടുന്നത്, അവരുടെ HR മാനേജേഴ്സിനെ ആയിരിക്കും വിടുന്നത്. സോ ഫോർ ദം ഇറ്റ് ഈസ് ഈസി ടു കം ആൻഡ് കളക്ട് അവരുടെ സ്റ്റുഡൻസിനെ, അവരുടെ കുട്ടികളെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിനുള്ള ഈസിനെസ് ആയിട്ട് മെയിനായിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഈവൻ പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പോവുകയാണെങ്കിലും ആ ലൊക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പിള്ളേർ ബാംഗ്ലൂർ പോകുന്നത്? ചിലപ്പോൾ അവിടെ ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ബട്ട് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവരെങ്ങനെയാണ് ഈ ഔട്ട്സൈഡ് കമ്പനീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത്, അവർക്ക് വരാനും പോകാനുള്ള സൗകര്യം, ഈസിനെസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെയാണ് ശരിക്കും പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും ഒരേ സിലബസാണ്, എല്ലാം സെയിം ആണ്, കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ ഇരിക്കും. ബട്ട് സ്റ്റിൽ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ അതിൻ്റെ എന്തുമാത്രം കുട്ടികളെ പ്രീവിയസ് ആയിട്ട് അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്താൻ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹൈറാർക്കിയിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് CET തന്നെയാണ്. പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയുണ്ട്, TKM ഉണ്ട്. TKM ചിലപ്പോൾ ഇതിന് മുകളിലേക്കും വരാൻ ചെറുതായിട്ട്. MA കോളേജ് കോതമംഗലവും വളരെ പഴയതായിട്ടുള്ള കോളേജാണ്, വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ്. പിന്നെ RIT എനിക്ക് തോന്നുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയൊക്കെ ഒരുപക്ഷെ കുറച്ചുള്ളിലാണ്. ക്യാമ്പസ് കോളേജൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നതല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ നല്ല കോളേജ് തന്നെയാണ്. പിന്നെ NSS ഓഫ് കോഴ്സ് NSS കുറച്ചുള്ളിലാണ്, വളരെ പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ടീച്ചേഴ്സ് ആർ ഓൾസോ വെരി ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സാണ്. ബേസിക്കായിട്ട് നമ്മുടെ പഴയ, അതായത് ഈ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൊന്നും അധികം വേണ്ട, വലിയ ഹെവി എക്യുപ്മെൻറ്റ്സ് അങ്ങനെയൊന്നും വേണ്ട. ഒരു കമ്പ്യൂട്ടർ, ഒരു ലാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സാധനം, കുറേ കമ്പ്യൂട്ടർ സിസ്റ്റംസൊക്കെ മതി. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള AC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. ബട്ട് നമ്മൾ ഈ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ലാബ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഹ്യൂജ് സ്പേസ് വേണം, ഹെവി മെഷീനറിയാണ്. ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പുതിയ എഞ്ചിനീയറിംഗ് കോളേജസിനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഈ നമ്പർ ഓഫ് സീറ്റ്സ് വളരെ കുറവ്. അപ്പോൾ ഇത് പാലക്കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ കോളേജാണ്. ഈവൻ ഓൾ ദീസ് കോളേജസ് ആർ വെരി ഓൾഡ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടെ ബാക്കിയുള്ള ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സിനൊക്കെയുള്ള ലാബ് ഫെസിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് CET നമുക്ക് ഇത് കിട്ടി, വേറൊരിടത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, നിങ്ങൾ ആ ഫെസിലിറ്റീസ് ഒന്ന് പോയി കാണുക. ഇറ്റ് ഈസ് ബെറ്റർ ടു ജോയിൻ ഇൻ CET സിവിലായിരിക്കും ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ നല്ലത്. നല്ല പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ യു ഷുഡ് ടേക്ക് ദാറ്റ് തിങ്, ബിക്കോസ് കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഓൾവേസ് ഇപ്പോഴത്തെ സീസണിൽ ഇപ്പം വളരെ പെട്ടെന്നൊന്നും ഇത് കുറയാൻ പോകുന്നില്ല. എല്ലാവരും പറയും ഇപ്പോൾ സർക്യൂട്ട് ബ്രാഞ്ചസിനൊക്കെ ഇത് ചാൻസ് കുറവാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുപാട് GCC, എൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, യു ക്യാൻ വാച്ച്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് CS കുട്ടികൾക്കുള്ളതാണ്. ഓഫ് കോഴ്സ് നമുക്ക് റാങ്ക് കുറവാണെങ്കിൽ യു ഷുഡ് ഓപ്റ്റ് ഫോർ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലൊക്കെ ഓപ്റ്റ് ചെയ്യാം. ബട്ട് ഇഫ് യു ഹാവ് റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ CS തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ ഓൾ ദീസ് ആർ ദ ബെസ്റ്റ്
കോളേജസ് ബേസ്ഡ് ഓൺ ദിസ് കീം വെച്ചിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന കോളേജസ് ഒരു 8 കോളേജാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സർക്യൂട്ട് ബ്രാഞ്ചസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, അങ്ങനെ കുറേ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കുറേ കോഴ്സസ് ഉണ്ട്, ഇതുമായിട്ട് ചേർന്ന കോഴ്സസ്. ബട്ട് ബേസിക്കലി നിങ്ങളൊരു ബിടെക് ലെവലിൽ പഠിക്കുമ്പോൾ എപ്പോഴും ബേസിക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതിന് ശേഷം, കാരണം കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്സും ഒക്കെ ഒരുപാടുണ്ട്. ബട്ട് അതിനോടൊപ്പം നമ്മൾ ഇത് പഠിക്കാതെ നമുക്ക് മറ്റുള്ള കോഴ്സസ് പഠിക്കാനും പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ 1-2 അത് നമുക്ക് ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ പ്രീ ഫൈനൽ ഇയറിലോ വേറെ എന്തെങ്കിലും നമുക്ക് തന്നെ യൂട്യൂബ് നോക്കി പഠിക്കാനോ ഒരു കോഴ്സസൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഹെവി ആയിപ്പോൾ ഇഫ് യു ആർ ദാറ്റ് മച്ച് സ്മാർട്ട് യു ക്യാൻ ടേക്ക് ദാറ്റ് സബ്ജക്ട്സ് ഓൾസോ. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് കമ്പ്യൂട്ടർ സയൻസ്, കോർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനൊരിക്കലും എനിക്ക് തോന്നുന്നില്ല കമ്മിങ് ഇയേഴ്സ് എന്തായാലും ഒരു നെക്സ്റ്റ് 10 years ഒക്കെ എന്തായാലും അതിനൊരു ചാൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. അതിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു സാധനം ആയിരിക്കണം എന്നില്ല, കുറച്ച് കഴിയുമ്പം നമ്മൾ പഠിച്ചിറങ്ങുമ്പം കഴിഞ്ഞില്ലേ നെക്സ്റ്റ് 10 years ലാസ്റ്റ് 10 years അല്ലെങ്കിൽ 15 years കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ്. ചിലപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഒരുപക്ഷെ CPP ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി പൈത്തൺ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള കോഡിങ്. ഇപ്പോൾ കോഡിങ് തന്നെ ഒരു പ്രശ്നമല്ല, കോഡിങ് നമുക്ക് ക്ലൗഡിൽ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കോഡിങ്, അവർ കോഡ് ചെയ്ത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കോഡിങ് ഒക്കെ കിട്ടും. ഇപ്പോൾ കോഡിങ്ങിനല്ല പ്രശ്നം, ബട്ട് അതിന് അപ്പുറത്തായിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ. AI-ൻ്റെ ഒരു യുഗമാണല്ലോ. അപ്പോൾ ഈ ഓരോ ഇയർ കഴിയും തോറും പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കേണ്ടി വരുന്നത്. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അതുപോലെ തന്നെ ECൻ്റെയൊക്കെ മേഖലകൾ. അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ നമ്മൾ പോയി പഠിക്കുകയും നമ്മൾ അപ് ടു ഡേറ്റ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഒരു വിത്തിൻ 40-45 ഇയേഴ്സിനകത്ത് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സമ്പാദിക്കാനും നിങ്ങളുടെ ഒരു കരിയർ, അതിനുശേഷം നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താനും മാത്രം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് CSO EC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. ഇതൊരു ലോങ് ലാസ്റ്റിംഗ് കരിയറായി കൊണ്ടുനടക്കണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം, യു ക്യാൻ റിലാക്സ്. കാരണം അത്രമാത്രം മണി നമുക്ക് കിട്ടുന്നുണ്ട് ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ അത്രമാത്രം നമ്മളുടെ കയ്യിൽ നിന്നും നമ്മളുടെ ഔട്ട്പുട്ടും ഈ നമ്മുടെ കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പുതിയതായിട്ട് വരുന്നത് AI-യിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് വരുന്നത്, ഇപ്പോൾ 5G ഉണ്ട്, ഈവൻ 6G, എല്ലാത്തിലും ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആവുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയും അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ റിസേർച്ച്ഡായിട്ട് എന്തൊക്കെയാണ് ലോകത്തിൽ നടക്കുന്നത് അതനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് നമ്മൾ മാറാനും പഠിക്കാനും നമ്മളുടെ തന്നെ വർക്കിംഗ് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലും EC-യിലും അത്രമാത്രം ഡെവലപ്മെൻറ്റാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതെടുക്കുന്ന കുട്ടികൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല നമ്മൾ ഇനി വരുമ്പോൾ ചെയ്യുന്നത്. ബട്ട് ഏത് കമ്പനിയിലാണ് നമ്മൾ പോകുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് നമ്മളുടെ പാറ്റേണിനെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടുകയും ചെയ്യും, പോയാൽ നമ്മുടെ ജോലി പോകാനും ഏറ്റവും ചാൻസ് ഉള്ള ആളുകളാണ് ഇവരൊക്കെ. ഒരുപാട് പേരെ നമ്മൾ ഫയർ ചെയ്യുന്നെന്ന് കേൾക്കുന്നുമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റണം. ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങളിത് പഠിക്കാനും. സോ ദാറ്റ് മച്ച് തിങ്സ് ദേ ആർ എക്സ്പെക്റ്റിംഗ് ഫ്രം യു പീപ്പിൾ. സോ CS ഈസ് ദാറ്റ് ബ്രാഞ്ച്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ CS-നേക്കാളും നമുക്ക് മാത്തമാറ്റിക്സ് ഒരുപാട് ആവശ്യമുള്ള മേഖലയാണ് EC. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ ഫ്യൂച്ചറിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എവറിത്തിങ്, ഈവൻ നമ്മൾ ടച്ച് ചെയ്യാതെയാണ് പല ട്രെയിൻസും, വളരെ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ അതിൻ്റെ റെയിൽ പാളത്തിൽ ടച്ച് ചെയ്യത്തില്ല. എവറിത്തിങ് ഈസ് ECയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ സ്പീഡ് മൂവിങ്, ഭയങ്കര സ്പീഡിൽ അത് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം അന്നേരം വിയർ ആൻഡ് ടിയർ ഇല്ല, ടച്ച് ചെയ്യുന്നില്ലല്ലോ, വിയർ ആൻഡ് ടിയർ ഇല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലകൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിൽ വരെ ECയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ EC ഈസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ടഫ്, ബട്ട് ഇറ്റ് ഈസ് വൈ ദീസ് ടു ആർ ദ നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ വളരെ ഹൈലി പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആഫ്റ്റർ ദ കോഴ്സ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ബി ദാറ്റ് മച്ച്, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അല്ലാത്തവർ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ഇച്ചിരി ഉഴപ്പൊക്കെ ഉള്ള ടീമുകൾ, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തന്നെ പേടിയുള്ളവർ, ബെറ്റർ യു ഗോ ഫോർ ദീസ് ബേസിക് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ഈ സർക്യൂട്ട് വരയ്ക്കാനും പിടിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട്. ഇലക്ട്രിക്കൽ നമ്മൾ കാണുമ്പം അധികം പൈസയൊന്നും ഇനിഷ്യലി അധികം പൈസ കിട്ടത്തില്ലെങ്കിൽ ദിസ് ഈസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ടഫ്. സിവിൽ ആൻഡ് മെക്കാനിക്കൽ അത്ര വലുതായിട്ടൊന്നും പഠിക്കാനുണ്ട്, ബട്ട് ഇതുമാതിരി തന്നെ. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഒരു വീട് വയ്ക്കുന്ന
വീടിൻ്റെ കോൺക്രീറ്റ് അങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ബേസിക് തിങ്സിൽ നിന്ന് ഒരുപാടൊന്നും മാറ്റം വന്നിട്ടില്ല. എ ഈസ് ദെയർ ടു റീപ്ലേസ് യു പീപ്പിൾ. ഇപ്പോൾ ചിലപ്പം ഒരു സിവിൽ എഞ്ചിനീയറിനെ ആവശ്യമില്ല, ബേസിക് ഒരു വീട് വെക്കാനും അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഡിസൈൻ ആൻഡ് എവറിത്തിങ് നമുക്കിപ്പം ജെമിനിയോട് ചോദിച്ചാലും കിട്ടും. അത് നമുക്ക് തന്നെ ആൾക്കാർക്ക് തന്നെ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബട്ട് സ്റ്റിൽ പിന്നെ പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളണം, സൈറ്റിൽ പോയി പണിയെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നമ്മൾ അവിടെ പോയി ഇനീഷ്യൽ 1 or 2 ഇനീഷ്യൽ പേയ്മെൻറ്റ് വളരെ കുറവായിരിക്കും, സിവിലായാലും മെക്കാനിക്കലായാലും ഒക്കെ. കാരണം ഫസ്റ്റ് സൈറ്റിലാണ്, നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബട്ട് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ഒരു എന്താ പറയുക, ലോങ് ലൈഫുള്ള ഒരു കരിയറാണ്. കാരണം നമ്മൾ ടിൽ യുവർ ലാസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ തലയിലെ മുടി കൊഴിയുന്നതും തലയിലെ മുടി നരയ്ക്കുന്നതും അനുസരിച്ച് യുൽ ഗെറ്റ് മോർ പേയ്മെൻറ്റ്. കാരണം അതാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ പ്രത്യേകത. മറ്റത് അങ്ങനെയല്ല, പ്രായം കൂടുന്നതോറും നമ്മൾ പുറത്താക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഹിയർ നമുക്ക് അധികം പഠിക്കാനൊന്നും വലുതായിട്ടൊന്നും ഇല്ല, ഉണ്ട്, ബട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അതുപോലെ തന്നെ കുറച്ച് സ്ട്രക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദാറ്റ് മച്ച് ടഫ് ആസ് ദിസ് വൺ. ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷനൊക്കെ അതിൻ്റെ ഒരു മൂത്ത സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ കണ്ടാലേ ഓടിപ്പോകുന്ന ആൾക്കാരൊന്നും പോയി ഈസി ഒന്നും എടുക്കാതിരിക്കുന്നതല്ല. കാരണം 4 വർഷത്തെ കോഴ്സ് അവർ 8 വർഷമായാലും പാസ്സാകാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. സോ അതാണ് നമ്മൾ കോഴ്സസ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീസ് ആർ ദ ഈസി ബ്രാഞ്ചസ്. ബട്ട് ഗവൺമെൻറ് ജോലി കിട്ടാൻ ബെറ്റർ ഡു ഗോ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ബട്ട് സ്റ്റിൽ അതിനകത്ത് തന്നെ ഇപ്പം ഇൻ കമ്മിങ് ഇയേഴ്സ് നമുക്ക് ഇതിനൊക്കെ ഉള്ള ചാൻസ് കുറയുന്നുണ്ട്. ബട്ട് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളെ ഇനി എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഈവൻ ഗവൺമെൻറ് ഓൾസോ നീഡ്. കാരണം എൻ്റയർ സിസ്റ്റം നമ്മൾ ഇപ്പോഴും ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയിട്ടില്ല. സോ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഗവൺമെൻറ് ഓൾസോ നീഡ്സ് പീപ്പിൾ. ബട്ട് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ്ലി ഇവർക്ക് കുറച്ചുകൂടെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെൻറ് ഒരു സ്റ്റാഫിനെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സ്റ്റാഫ്, ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു എഞ്ചിനീയറിനെ ഗവൺമെൻറ്റിൻ്റെ സാലറി ഒക്കെ കൊടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് അങ്ങേരെ കൊണ്ടൊരു എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു കോഡും ഒക്കെ കൊടുത്തിട്ട് ഒരു എൻ്റയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും ഗവൺമെൻറ്റിന് ലാഭമുള്ളത് പ്രൈവറ്റിൽ അവർ കുറച്ച് സാലറിക്ക് ആൾക്കാരെയൊക്കെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് തരും. അവരുമായിട്ടൊരു ഔട്ട്സോഴ്സിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദേ വിൽ പ്രൊവൈഡ് ദ ഗവൺമെൻറ് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സ്റ്റാഫിന് ആജീവനാന്ത പെൻഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതായിരിക്കും അവർ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നുന്നില്ല EC കുട്ടികളൊന്നും ഗവൺമെൻറ്റിലേക്ക് അധികം ചാൻസ് കുറവാണ്. ഈവൻ വെൻ യു ആർ കമ്മിങ് ടു ഗവൺമെൻറ് സാലറി നിങ്ങൾക്ക് പ്രൈവറ്റ് കിട്ടുന്നതിനേക്കാളും വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ഗവൺമെൻറ്റിൽ കിട്ടുന്ന CS-ൻ്റെ കാര്യത്തിൽ. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഗവൺമെൻറ്റിൽ കൂടുതൽ കിട്ടും. ബട്ട് കമ്മിങ് ഇയേഴ്സിൽ പക്ഷേ പ്രൈവറ്റിലോ അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലോ വേറെയൊക്കെ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് മോർ സാലറി. പിന്നെ കൂടുതലും ഈ പറഞ്ഞ മാതിരി വെയിൽ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ സ്ട്രക്ചറൽ MTech ഒക്കെ ചെയ്യുകയാണ്, സ്ട്രക്ചറൽ ഡിസൈനറാണ്, അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സിൽ നമ്മൾ MTech ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് വെരി ഹൈ പേ. ബട്ട് ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. യു ഹാവ് ടു ഗോ ഔട്ട്സൈഡ്. ഈവൻ ഇന്ത്യയിൽ തന്നെ ഡിസൈനേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ വെളിയിൽ പോവുകയാണെങ്കിൽ യു ഗെറ്റ് മോർ സാലറി. പിന്നെ ഓഫീസിൽ തന്നെ ഇരിക്കും QC എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഒരു എസ്റ്റിമേറ്റ് എടുക്കുക, അതിൻ്റെ സർവേയിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബട്ട് വെയിൽ കൊണ്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഒരുപാടുണ്ട്. സോ യു ക്യാൻ ചൂസ് ഏത് വേണമെന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ മേഖലകളിൽ, അതായത് ഇൻറ്റീരിയർ ഡിസൈനിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് നമുക്ക്. സോ ആ സോഫ്റ്റ്വെയർസൊക്കെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ആൾക്കാർക്ക് വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ഓൺടർപ്രണറായിട്ട് നമുക്ക് ഡെവലപ്പ് ആവാനുള്ള ചാൻസ് വെൻ വി ആർ ഗോയിങ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗിലുണ്ട്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർ ഓൾസോ ഇന്ത്യയിൽ ചാൻസസ് കുറവാണ്. കുറച്ച് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. നമ്മളുടെ IES-ലൊക്കെ ചാൻസ്, IES-ൽ ഈ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ട്. ബട്ട് കൂടുതൽ മെക്കാനിക്കലുകാർക്കൊക്കെ IES-ൽ നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ചാൻസ് ഉണ്ട്. ബട്ട് ദീസ് ആർ നമ്പർ ഓഫ് posts are very less. So maybe they have to go for higher studies, or നിങ്ങൾ ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ യുൽ ഗെറ്റ് ഫോർ IUC, പെട്രോൾ പമ്പിൽ, അങ്ങനെയുള്ള പെട്രോൾ പമ്പല്ല IOCL അല്ലെങ്കിൽ HPCL-ലൊക്കെ അവിടെ നമുക്ക് ഹൈലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ അവരുടെ കമ്പനീസിൽ ആവശ്യമുണ്ട്. സോ അവരുടെ കമ്പനീസ് ബേസിക് നമ്മുടെ പമ്പിൻ്റെ കേസിൽ പമ്പിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനീസ് IOCL അല്ലെങ്കിൽ HPCL, അവിടെയൊക്കെ നമുക്ക് വേറെവർ ദർ ഇസ് ദ ലിക്വിഡ് പ്രഷർ, ആ പ്രഷർ പൈപ്പ് കൊണ്ട് ഇപ്പം നാച്ചുറൽ ഗ്യാസൊക്കെ ഇപ്പോൾ എല്ലാം ത്രൂ പൈപ്പാണ് പോകുന്നത്. സോ എവരിവെയർ ഇനിയിപ്പം നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഗ്യാസ് കുറ്റിയുടെ ഒക്കെ ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ്ലി പൈപ്പിലൂടെ ആയിരിക്കും എല്ലായിടത്തേക്കും പോകുന്നത് കണക്ഷൻ എവരിവെയർ. ഇപ്പോൾ ബിഗ് സിറ്റീസിലുള്ള പോലെ തന്നെ ഈ കേരളത്തിലേക്കും ഇതൊക്കെ വരികയാണ്. സോ അങ്ങനെയുള്ള കേസുകളെല്ലാം ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള അതിൻ്റെയൊക്കെ കൂടെയുള്ള ടോപ്പ് എഞ്ചിനീയേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ബട്ട് ഇതിൽ നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്.
സോ ദീസ് ആർ ദ ബേസിക് ബ്രാഞ്ചസ്. ഇതൊക്കെയാണ് നല്ല കോളേജ്. സോ ഇഫ് യു ഹാവ് കൺഫ്യൂഷൻ, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോളേജിനെ കുറിച്ച് ഇതെടുക്കണോ അതെടുക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു വലിയ ഡിസിഷനാണ് നമ്മൾ എന്ത് ബ്രാഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ ലൈഫിൽ +10 കഴിഞ്ഞിട്ടാണ് ഈ ഡിസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 കഴിഞ്ഞിട്ട് നമ്മൾ ഏതെടുക്കുന്നു, വാട്ട് വി ആർ എഞ്ചിനീയറിംഗ് ആണോ എടുക്കുന്നത്, അതേപോലെ തന്നെ കൊമേഴ്സ് ആണോ എടുക്കുന്നത്. സോ എവറിത്തിങ് ദാറ്റ് വാസ് എ ബിഗ് ഡിസിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഏത് ബ്രാഞ്ചിലേക്കാണ് ഏത് ബിടെക്കിൻ്റെ ഏത് കോഴ്സാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് ഈസ് അനദർ ബിഗ് ഡിസിഷൻ ഇൻ ലൈഫ്. സോ അത്രയും വലിയ ഡിസിഷൻ ആകുമ്പോൾ യു ഹാവ് ടു ടേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി. ഈവൻ നിങ്ങൾക്ക് ഏതെങ്കിലും 2 കോളേജിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ട്രാവലിങ്ങിന് എന്താ പ്രശ്നം, യു ഗോ ആ കോളേജിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പം അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ആ കോളേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കോളേജിൻ്റെ ഒരു വൈബ് മനസ്സിലാവും. എന്താണ് ആ അറ്റ്മോസ്ഫിയർ, എനിക്ക് ഈ കോളേജ് പറ്റുമോ. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പല കോളേജിലും എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിലൊക്കെ കയറി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ ഇങ്ങനെയുള്ള കോളേജിലുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദം. ഒരു ദിവസം നിങ്ങൾ അവിടെ പോവുക. ബെറ്റർ ടു ഗോ സച്ച് കോളേജ്. ആ കോളേജിനെ ചെന്ന് കണ്ട്, ഇവൻ പ്രൈവറ്റ് കോളേജിലൊക്കെ നമ്മൾ പേരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് അവിടുത്തെ ഒരു പത്തറ്റിക് അവസ്ഥ. ചിലപ്പോൾ നമ്മൾ 5-6 പേരോടൊക്കെ നേരിട്ട്, ഫോണിലൂടെയൊക്കെ പറയുമ്പോൾ ആരും അങ്ങനെ മോശമൊന്നും പറയില്ല, ബട്ട് നേരിട്ട് നമ്മൾ കണ്ട് അവരുടെ അവസ്ഥകൾ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കോളേജിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് വലിയ പൈസയൊക്കെ കൊടുത്ത് പ്രൈവറ്റ് കോളേജിനെ കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാം. ബട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ നോക്കിക്കണം. മെയിനായിട്ട് നമ്മൾ CET-യിലൊക്കെ പല ക്ലാസ്സസ് ഒന്നും നടക്കാറൊന്നുമില്ല. ഞാനത് നെഗറ്റീവായിട്ട് പറയല്ല, ബട്ട് ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് ക്ലാസ്സസ് ഇങ്ങനെ മിക്കവാറും ദിവസങ്ങൾ സ്ട്രൈക്കാവും. ചെറിയ കാരണം മതിയല്ലോ, തിരുവനന്തപുരം അല്ലേ, ചെറിയ കാരണം പറഞ്ഞിട്ട് കോളേജിലൊക്കെ സ്ട്രൈക്ക് ആയിരിക്കും. അപ്പോൾ എപ്പോഴും കോളേജിൽ നമ്മൾ ചെല്ലുമ്പം എനിക്ക് ആരാണ്ട് ഈ +2-ലും +1-ലും 10-ലും ഒക്കെ തന്ന പോലെ ആരും സ്പൂൺ ഫീഡ് ചെയ്ത് എന്നെ എല്ലാം പഠിപ്പിക്കുക എന്നുള്ള ചിന്തയോടെ പോകരുത്. യു ഹാവ് മെച്യൂർഡ്. നിങ്ങളൊരു 18 വയസ്സ് 17-18 റേഞ്ചിലായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും 18 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളായിരിക്കും. സോ അല്ലെങ്കിൽ 17 വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളാണ്. സോ യു ആർ മെച്യൂർഡ്. നിങ്ങൾ കോളേജിൽ ചെല്ലുന്നത് നിങ്ങൾ മെയിൻ ടോപ്പിക്സ്, നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കുക. യു ഹാവ് ടു സ്റ്റഡി ബൈ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. നല്ല ടീച്ചർമാരും നല്ല ഫാക്കൽറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ബട്ട് കുട്ടികൾ ഈ പറഞ്ഞമാരെ നമ്മുടെ കലാലയങ്ങളൊക്കെ ഭയങ്കര കലുഷിതമായതുകൊണ്ട് പലപ്പോഴും ഈ ടീച്ചേഴ്സിന് അവരുടെ 100% കുട്ടികൾക്ക് കൊടുക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പറ്റാറില്ല. സോ യു ക്യാൻ കണക്ട് ദം. അല്ലാത്ത പേഴ്സണലായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം, കാര്യങ്ങളും ഡൗട്ട്സ്, അവരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഒരുപക്ഷെ ചില ഫസ്റ്റ് ഇയറിലൊക്കെ സംഭവിച്ച് ഉറങ്ങി ഉണരുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്ലാസ്സൊക്കെ 5-6 അവർ കഴിഞ്ഞു, ഒരു ക്ലാസ് ഒരു ടോപ്പിക് കഴിഞ്ഞു, നമുക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ആ ഒരു സ്റ്റേജിലേക്ക് പോകാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സിലബസ് നോക്കുക. ആ കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആകും, യൂട്യൂബിലുണ്ടോ, അതിന് ബുക്സ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ആരും കൊണ്ടുതരത്തില്ല. യു ഹാവ് ടു സ്റ്റഡി ബൈ യുവർ സെൽഫ്. ദെയർ ഓൾസോ യു വിൽ ഗെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റിയില്ലെങ്കിൽ യു ഹാവ് ടു ആസ്ക് യുവർ സീനിയേഴ്സാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കോളേജ് ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു കണക്ഷൻ, ജോലിക്കായാലും എന്താണെങ്കിലും നമ്മൾക്ക് അവിടെ നമ്മൾ സ്കൂളിലെ മാതിരി തന്നെ ഇപ്പോൾ കുറേ പഠിപ്പിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറയുമ്പോൾ കൂടി പോകുമെന്ന് അറിയത്തില്ല, ടൈം കൂടുമെന്ന് അറിയത്തില്ല. ബട്ട് പഠിപ്പിസ്റ്റുകളൊക്കെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര പുസ്തകം മാത്രം നോക്കി പഠിക്കുന്ന മിക്കവാറും കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് ടോപ്പ് റാങ്കൊക്കെ കിട്ടുന്നത്. ബട്ട് കോളേജിലേക്ക് നമ്മൾ വരുമ്പം കുറച്ചൊന്ന് നമ്മളുടെ ആ ഒരു നെറ്റ്വർക്കിംഗ് കുറച്ച് കൂട്ടണം. നമുക്ക് കൂടുതൽ ടോപ്പ് സീനിയേഴ്സുമായിട്ടും ജൂനിയേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടും ഈവൻ അവർ ഓൺ റിലേറ്റീവ്സുമായിട്ടൊക്കെ ചെറിയ കണക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. അപ്പോൾ പഠിത്തം മാത്രം പോരാ, നമ്മുടെ ലൈഫ്, നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ദിസ് മച്ച്. പല കുട്ടികളും ഈവൻ IIT ടോപ്പേഴ്സിൻ്റെയൊക്കെ കാര്യം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ടോപ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു ബാലൻസ്ഡ് പോകണം. നമുക്ക് ഫാമിലി ലൈഫ് വേണം, നമുക്ക് കോളേജ് ലൈഫ് വേണം, നമുക്ക് നമ്മുടെ നല്ല കരിയർ വേണം. എവറിത്തിങ് ഈസ് ദെയർ. പക്ഷേ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടത്തുമില്ല. സോ എല്ലാം കൂടെ ഒരുമാതിരി ഒരു 60% എല്ലാത്തിലും ആകുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഫാമിലിയെക്കുറിച്ചൊന്നും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ സ്റ്റഡി വെൽ. ഫുൾ എനർജി നമുക്ക് ഈ പഠിത്തത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മളുടെ സോഫ്റ്റ് സ്കിൽസ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളോട് നമുക്കെല്ലാം അറിയാമായിരിക്കും, ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് അവർ നോളജ് ടു അതേഴ്സ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പം
അപ്പോൾ സ്കൂളിൽ എക്സാമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമ്മൾക്ക് ടോപ്പർ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ എഴുതുന്നത്. ബട്ട് വെൻ വി ആർ ഗോയിങ് ഫോർ എ ജോബിൻ്റെ കേസിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെയല്ല. ജോബിൻ്റെ കേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരുമായിട്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരായിട്ട് നമ്മൾ എങ്ങനെ മിങ്കിൾ ചെയ്തു പോകുന്നു, അതിനകത്ത് പാര വയ്ക്കുന്ന ആൾക്കാരും കാണും. അപ്പോൾ വളരെ നെയ്വായിട്ടുള്ള നല്ല നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവർ ഈ പാരവെപ്പുകാരുടെ ഇതിൽ കുടുങ്ങിപ്പോവും. പിന്നെ മെൻ്റൽ സ്ട്രെസ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരെയും ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും പറയാനായിട്ട്, പക്ഷേ ഇത് പറയാനായിട്ടുള്ള ഒരു സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യമില്ലായ്മയോ ഒക്കെ നമുക്ക് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഇതെല്ലാം നമ്മൾ ഈ കോളേജ് ലൈഫിൽ പഠിച്ച് അതൊക്കെ പ്രയോഗിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ, വലിയ സെമിനാർസൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രസൻറ്റ് ചെയ്യുക, ഓരോ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിങ്ങൾ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ബട്ട് അതോടൊപ്പം നമ്മുടെ കരിക്കുലം, നമ്മളുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. ഒരിക്കലും അതിൽ വിട്ടുവീഴ്ച പാടില്ല. ടോപ്പിക്സ് നമ്മൾ തന്നെ പഠിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലൊക്കെയാണ്. നമ്മൾ പ്രൈവറ്റിലാണെങ്കിൽ ഒരുമാതിരി ക്ലാസ്സൊക്കെ ഒരുമാതിരി സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കും. അവിടെ എക്സ്റ്റേണലായിട്ട് സ്ട്രൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നല്ല റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. +1 +2 നന്നായി പഠിക്കുന്നവരുണ്ടാകും. ഇവിടെയൊക്കെ പോയി ഉഴപ്പി ലൈഫ് കളയരുത്. സോ അതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇൻഡെപ്തായിട്ട് ഞാൻ ഇനി റാങ്കൊക്കെ പറയണമെന്ന് വിചാരിച്ചു, ബട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് ടൈം ആയിപ്പോൾ. ദാറ്റ് ഐ വിൽ ഡു ഇൻ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, സോ ബൈ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് ഇഷ്ടം, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.